ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2024 ജൂൺ 22 തൊഴിൽ വാർത്തയിൽ വന്ന കറണ്ട് അഫയേഴ്സും അതിൻ്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഏത് നവോത്ഥാന നായകൻ്റെ 100ാം സമാധി ശതാബ്ദിയാണ് 2024 മെയ് മാസത്തിൽ ആചരിച്ചത്? ഉത്തരം ചട്ടമ്പി സ്വാമികൾ. 2 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും ശക്തമായ സൗരക്കാറ്റ് 2024 മെയ് 10 ഭൂമിയിൽ വീശി. എന്താണ് സൗരക്കാറ്റ്? ഉത്തരം സൂര്യന്റെ ഉപരിതലത്തിലുണ്ടാകുന്ന സ്ഫോടനങ്ങളാണ് സൗരക്കാറ്റിന് കാരണമാകുന്നത്. പൊട്ടിത്തെറിയുടെ ഫലമായി സൂര്യനു ചുറ്റുമുള്ള വലയമായ കൊറോണയിൽ നിന്ന് പ്ലാസ്മയും വൈദ്യുതകാന്തിക തരംഗങ്ങളും പുറന്തള്ളപ്പെടുന്നു. സൗരക്കാറ്റ് എന്ന് ഇതറിയപ്പെടുന്നു. ഭൂമിയുടെ കാന്തിക മണ്ഡലത്തെ സൗരക്കാറ്റ് തടസ്സപ്പെടുത്തുന്നു. വ്ളാഡിമിർ പുടിൻ എത്രാം തവണയാണ് റഷ്യയിൽ വീണ്ടും അധികാരമേറ്റത്? ഉത്തരം 5ാം തവണ. ബോറിസ് യെൽട്സിൻ പ്രസിഡന്റായിരിക്കെ പുടിൻ 1999 റഷ്യൻ പ്രധാനമന്ത്രിയായി. യെൽട്സിൻ രാജിവച്ചതിനെ തുടർന്ന് പുടിൻ ആക്ടിംഗ് പ്രസിഡന്റും തുടർന്ന് പ്രധാനമന്ത്രിയുമായി. 2012 പ്രസിഡന്റായി. 2020 നടപ്പിലാക്കിയ നിയമപ്രകാരം 2036 വരെ പുടിന് അധികാരത്തിൽ തുടരാനാകും. കഴിഞ്ഞ മാർച്ചിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ 87% വോട്ട് നേടിയാണ് വിജയിച്ചത്. ചൈനയുടെ പുതിയ ഇന്ത്യൻ സ്ഥാനപതി? ഉത്തരം ഷു ഫെയ് ഹോങ്. കിഴക്കൻ ജെറുസലേം ആസ്ഥാനമാക്കി പ്രവർത്തിച്ചിരുന്ന പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള UN ഏജൻസി ഇസ്രായേൽ ജനതയുടെ ഭീഷണിയെ തുടർന്ന് തൽക്കാലത്തേക്ക് പ്രവർത്തനം അവസാനിപ്പിച്ചു. ഏജൻസിയുടെ പേര്? ഉത്തരം ഉൻർവ. ഒക്ടോബറിൽ ഹമാസ് ആക്രമണത്തിൽ ഉൻർവ ജീവനക്കാർക്ക് പങ്കുണ്ടെന്ന് ഇസ്രായേൽ ആരോപിച്ചിരുന്നു. ഇതേ തുടർന്ന് US അടക്കമുള്ള രാജ്യങ്ങൾ സഹായധനം നിഷേധിച്ചതിനാൽ ഏജൻസി വലിയ പ്രതിസന്ധിയിലായിരുന്നു. 25ാമത് പത്മപ്രഭ പുരസ്കാരം നേടിയത്? ഉത്തരം റഫീഖ് അഹമ്മദ്. 75,000 രൂപയും പത്മരാഗക്കല്ല് പതിപ്പിച്ച ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഉത്തര കൊറിയയിൽ കിം കുടുംബത്തിന്റെ ആധിപത്യം ഊട്ടിയുറപ്പിക്കാൻ യത്നിച്ച ആശയപ്രചാരകൻ അടുത്തിടെ അന്തരിച്ചു. പേര്? ഉത്തരം കിം കിനാം. ഉത്തര കൊറിയയുടെ സ്ഥാപക നേതാവ് കിം ഇൽ സുങ്, മകൻ കിം ജോങ് ഇൽ, അദ്ദേഹത്തിന്റെ മകൻ കിം ജോങ് ഉൻ എന്നീ 3 തലമുറകൾക്കൊപ്പം പ്രവർത്തിച്ചു. ഹിറ്റ്ലറുടെ ആശയപ്രചരണ മന്ത്രിയായിരുന്ന ജോസഫ് ഗിബൽസിനോടാണ് നാമിനെ ദക്ഷിണ കൊറിയ ഉപമിച്ചിരുന്നത് ഉത്തര കൊറിയയുടെ ഗിബൽസ് എന്ന്. 2024 ലോക മാതൃദിനം എന്നായിരുന്നു? ഉത്തരം മെയ് 12. മെയ് മാസത്തിലെ 2ാമത്തെ ഞായറാഴ്ചയാണ് മാതൃദിനം ആഘോഷിക്കുന്നത്. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയെന്ന സ്വന്തം റെക്കോർഡ് തിരുത്തി 29ാം തവണ കൊടുമുടിയുടെ നെറുകയിലെത്തിയത്? ഉത്തരം കാമി റിത്ത ഷെർപ്പ. 1994 കാമിയുടെ ആദ്യ എവറസ്റ്റ് ആരോഹണം. 2024 ബംഗാൾ ഗവർണേഴ്സ് അവാർഡ് ഫോർ എക്സലൻസ് നേടിയ ചലച്ചിത്ര നടൻ? ഉത്തരം ജഗതി ശ്രീകുമാർ. 50,000 രൂപയും കീർത്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. ബംഗാൾ ഗവർണർ CV ആനന്ദ ബോസാണ് ജഗതിയുടെ വസതിയിലെത്തി സമർപ്പിച്ചത്. അന്തരിച്ച ഏത് ഫുട്ബോൾ ഇതിഹാസത്തിനു ലഭിച്ച ലോകകപ്പ് ഗോൾഡൻ ബോൾ ട്രോഫിയാണ് ലേലത്തിന് വെച്ചത്? ഉത്തരം ഡീഗോ മറഡോണ. 1986 ലോകകപ്പിലെ മികച്ച കളിക്കാരനായി തിരഞ്ഞെടുക്കപ്പെട്ട മറഡോണയ്ക്ക് ലഭിച്ച ട്രോഫിയാണ് ഫ്രഞ്ച് കമ്പനിയായ അഗൂട്ടേസ് ലേലത്തിന് വെച്ചത്. 1986 ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ മറഡോണ നേടിയ 2 ഗോളുകളും കായിക ചരിത്രത്തിൽ ഇടം പിടിച്ചിരുന്നു. ആദ്യത്തേത്
ദൈവത്തിൻ്റെ കൈ എന്നും രണ്ടാമത്തത് നൂറ്റാണ്ടിൻ്റെ ഗോൾ എന്നും അറിയപ്പെട്ടു. അടുത്തിടെ യുഎസിലെ ബോസ്റ്റണിൽ അന്തരിച്ച റിക് സ്ലേമാൻ എപ്രകാരമാണ് വാർത്താ പ്രാധാന്യം നേടിയത്? ഉത്തരം: ജനിതക മാറ്റം വരുത്തിയ പന്നിയുടെ വൃക്ക സ്വീകരിച്ച ആദ്യ വ്യക്തി. കഴിഞ്ഞ മാർച്ചിലാണ് പന്നി വൃക്ക ഘടിപ്പിച്ചത്. 2 വർഷം ജീവിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. ഇറാനിലെ തന്ത്രപ്രധാനമായ ഏത് തുറമുഖത്തിന്റെ 10 വർഷത്തേക്കുള്ള നടത്തിപ്പു ചുമതലയാണ് അടുത്തിടെ ഇന്ത്യ ഏറ്റെടുത്തത്? ഉത്തരം: ചബഹാർ ഷാഹിദ് ബെഹ്ഷ്തി തുറമുഖ ടെർമിനൽ. ആദ്യമായാണ് ഇന്ത്യ ഒരു വിദേശ തുറമുഖത്തിന്റെ നടത്തിപ്പ് ചുമതല ഏറ്റെടുക്കുന്നത്. ചൈന പാക് സാമ്പത്തിക ഇടനാഴിയെയും അറബിക്കടലിലെ ചൈനയുടെ സാന്നിധ്യത്തെയും നേരിടാൻ ചബഹാർ തുറമുഖം ഇന്ത്യക്ക് സഹായകരമാകും. പാകിസ്ഥാനിലെ ഗ്വാദാർ തുറമുഖത്തിന്റെ വികസനം ചൈന ഏറ്റെടുത്തത് അറബിക്കടലിൽ സാന്നിധ്യം ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. ചബഹാറിൽ നിന്ന് 72 കിലോമീറ്റർ അകലെയാണ് ഗ്വാദർ തുറമുഖം. 2024 മെയ്യിൽ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ ചെസ് ഇന്റർനാഷണൽ മാസ്റ്റർ. ഉത്തരം: വർഗീസ് കോശി. 70-ാം വയസ്സിന് മുകളിലുള്ളവരുടെ പ്രഥമ ലോകകപ്പ് ക്രിക്കറ്റ് വേദി. ഉത്തരം: ഇംഗ്ലണ്ട്. ജൂലൈ 28 മുതൽ ഓഗസ്റ്റ് 11 വരെ നടക്കുന്ന മുതിർന്ന പൗരന്മാരുടെ ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയെ നയിക്കുന്നത് പാലക്കാട് സ്വദേശിയായ ഹേമചന്ദ്രൻ നായർ ആണ്. 1 നൂറ്റാണ്ടോളം കാണാമറയത്തായിരുന്ന ഏത് തിമിംഗലങ്ങളാണ് വീണ്ടും അർജന്റീനിയൻ കടലിൽ പ്രത്യക്ഷപ്പെട്ടത്? ഉത്തരം: സെയ്. ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഫുട്ബോൾ മത്സരങ്ങൾ കളിച്ച താരം? ഉത്തരം: സുനിൽ ഛേത്രി. 2024 ജൂൺ 6-ന് സുനിൽ ഛേത്രി വിരമിച്ചു. 2005-ൽ പാകിസ്ഥാനെതിരെ ഗോൾ അടിച്ചായിരുന്നു അന്താരാഷ്ട്ര ഫുട്ബോളിൽ അരങ്ങേറ്റം കുറിച്ചത്. 2015-ൽ ഇന്ത്യൻ ടീമിന്റെ നായകനായി. സിക്കന്ദരാബാദ് സ്വദേശിയാണ്. ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയതും ഛേത്രിയാണ്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിലവിൽ സജീവമായിരിക്കുന്ന താരങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗോള് നേടിയ 3ാമത്തെ താരമാണ്. മുന്നിലുള്ളത് പോർച്ചുഗലിന്റെ ക്രിസ്ത്യാനോ റൊണാൾഡോയും അർജന്റീനയുടെ ലയണൽ മെസ്സിയുമാണ്. 2024-ലെ പ്രധാനപ്പെട്ട പുലിറ്റ്സർ അവാർഡ് ജേതാക്കൾ. അന്താരാഷ്ട്ര റിപ്പോർട്ടിംഗ് ന്യൂയോർക്ക് ടൈംസ്. ഒക്ടോബർ 7-ലെ ഹമാസ് ആക്രമണത്തെക്കുറിച്ചും ഗാസയിലെ ഇസ്രയേൽ തിരിച്ചടിയെക്കുറിച്ചും സമഗ്രമായ വാർത്തകൾ നൽകിയതിനാണ് പുരസ്കാരം. അന്വേഷണാത്മക റിപ്പോർട്ടിംഗ് ഹന്ന ഡ്രയർ. ബ്രേക്കിംഗ് ന്യൂസ് ഫോട്ടോഗ്രഫി റോയിട്ടേഴ്സ്. സാഹിത്യ വിഭാഗം നൈറ്റ് വാച്ച്. കഥേതര വിഭാഗം എ ഡേ ഇൻ ദ ലൈഫ് ഓഫ് ആബേദ് സലാമ, അനാട്ടമി ഓഫ് ജെറൂസലം എന്ന പുസ്തകം രചിച്ച നഥാൻ ത്രാൽസന്. യുഎസിലെ മാധ്യമ സാഹിത്യ മേഖലകളിലെ നേട്ടങ്ങൾക്ക് പുലിറ്റ്സർ ബോർഡിന്റെ ശുപാർശ പ്രകാരം കൊളംബിയൻ സർവകലാശാലയാണ് സമ്മാനങ്ങൾ പ്രഖ്യാപിക്കുന്നത്. ഇതോടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ പോയിന്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ബാക്കിയുള്ള പോയിന്റ്സ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.